ഇനി വരുന്ന കാലത്ത് സിമ്പതി, എമ്പതി, ഹ്യൂമാനിറ്റി ഇതൊന്നും നിങ്ങൾ ആരെടുത്തു നിന്നും പ്രതീക്ഷിക്കരുത്. ഹ്യൂമൻ വിത്തൗട്ട് ഹ്യൂമൻ വാല്യൂസ് ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ്. നീ അവളോടൊന്ന് തഞ്ചത്തി ചോദിച്ചു നോക്ക്, അവൾ ഉറപ്പായിട്ട് നിനക്ക് തരും. നമ്മുടെ ഗ്രൂപ്പൊക്കെ ഒന്ന് റെഡിയാക്കണ്ടേ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഉറപ്പൊന്നുമില്ല, പിന്നെ നല്ല പൈസ തരണം. നീ തരുന്ന ഓരോ വീഡിയോയ്ക്കും 500 രൂപ വെച്ച് ഞാൻ തരും. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, നീ ചോദിച്ചാൽ അവൾക്ക് തരാതിരിക്കാൻ പറ്റൂടാ. ഒരാളുടെ സ്വകാര്യത എന്താണെന്ന് പോലും അറിയാത്ത ഒരു കൂട്ടം. ബ്രോ, എനിക്കൊരു വീഡിയോ വേണം. ഞാൻ പറയുന്ന പോലെ തന്നെ വേണം. ഞാനൊരു ഫോട്ടോ അങ്ങ് അയച്ചു തരാം. അതിൽ ആ മുഖം വെച്ച് എനിക്കൊരു വീഡിയോ ഉണ്ടാക്കി തരുമോ? അതിന് കുറച്ച് ചെലവ് കൂടുതലോ? പൈസ എത്രയായാലും പ്രശ്നമില്ല, ഒറിജിനൽ പോലെ തോന്നണം. അങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് കാണട്ടെ. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവളെന്നോട് പറഞ്ഞതാ അതവളല്ലെന്ന്. ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. പ്രാഥമിക നിഗമനത്തിൽ ഇത് ആത്മഹത്യ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഞാനല്ല പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല. അച്ഛനും എന്നോട് നിൽക്കുന്നില്ല. എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ഒരുത്തന്നെ ഞാൻ പൊക്കി. ഷമീർ അല്ലേ? അതെ, ഷമീറാണ്. നിങ്ങളാരാണ്? സോഷ്യൽ മീഡിയയിൽ നിന്നും പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് അവ മോശം രീതിയിൽ മോർഫ് ചെയ്ത് ആനന്ദിക്കുന്ന കുറേ മക്കൾ നമുക്കിടയിലുണ്ട്. ഇന്റർനെറ്റിൽ ആഘോഷിക്കപ്പെടുന്ന ഓരോ ലീക്ക്ഡ് വീഡിയോസ് എന്ന ടൈറ്റിലുള്ള വീഡിയോകളിൽ ആ ടൈറ്റിലൊക്കെ നിസ്സഹായതയോ ട്രോമയോ മുതലെടുപ്പോ ആവാം. അല്ലെങ്കിൽ നമുക്കൊരവസ്ഥ വരുന്നത് വരെ എല്ലാം നമുക്കൊരു കൗതുകമല്ല. പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോകുന്നത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും ഒരു കൂട്ടം സൈക്കോസ്. അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാർ, വിൽക്കുന്നവന്മാർ.